മനുഷ്യർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഉപകരണമാണ് മൊബൈൽ ഫോൺ. സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ എല്ലാവരും അത് ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് മേഖലയിൽ പുരുഷാധിപത്യമാണ്. അതിനൊരു മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് വനിതകൾക്ക് പരിശീലനം നൽകുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പെട്ട് 100 ദിവസത്തെ പണി പൂർത്തിയാക്കിയ കുടുംബങ്ങളിൽ നിന്നുള്ള യുവാക്കൾക്ക് 18 - 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് തീർത്ത് സൗജന്യമായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയും ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് പരിശീലനം. 24 വനിതകൾ വിജയകരമായി പരിശീലനം പൂർത്തീകരിച്ചു. 30 ദിവസത്തെ ക്ലാസ്സാണ്. ഞങ്ങൾക്ക് ഇന്ന് 23-ാം ദിവസമാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നത് ഒരു തൊഴില് മുറുകെ പിടിച്ചുകൊണ്ടാണ്. പരിശീലനത്തിനെത്തിയവർക്ക് സർട്ടിഫിക്കറ്റിന് പുറമെ ദിവസേന 450 രൂപ അലവൻസും നൽകുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് തത്സമയം. രഘു, തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ അധികം കൈവയ്ക്കാത്തൊരു മേഖലയിലാണ്. ഇനിയിപ്പോൾ ആ മേഖലയിൽ കൂടി മൊബൈൽ റിപ്പയറിംഗ് രംഗത്ത് കൂടി നമുക്ക് സ്ത്രീകളെ സജീവമായി കാണാൻ കഴിയുമല്ലേ? ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരടക്കം ഭൂരിഭാഗം ആളുകളും ഒരു തവണയെങ്കിലും മൊബൈൽ ഷോപ്പിൽ പോയിട്ടുള്ള ആളുകളാണ്. ഒരു തവണയെങ്കിലും മൊബൈൽ റിപ്പയർ ചെയ്യാൻ ഏതെങ്കിലും കടയിൽ പോയിട്ടുമുണ്ടാവും. പക്ഷേ നമ്മൾ അവിടെ ഒന്നും സ്ത്രീകളുടെ സാന്നിധ്യം ഒരുപക്ഷെ കടയിൽ മൊബൈൽ എടുത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ മൊബൈൽ റിപ്പയർ ചെയ്യുന്ന ഇടത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെ തന്നെയാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ബഹിരാകാശത്തടക്കം വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരാണ് സ്ത്രീകൾ. ഇങ്ങ് ഭൂമിയിലും അവർ വലിയ നേട്ടങ്ങളൊക്കെ കൈവരിച്ചു. പക്ഷെ എന്തുകൊണ്ട് ഈ മൊബൈൽ ടെക്നീഷ്യൻ മേഖലയിൽ സ്ത്രീകൾ കുറവാണ് എന്നുള്ളൊരു ചിന്തയാണ് ഈ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിനെ ഇങ്ങനെ ഒരു പരിശീലന പരിപാടി നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ തൊഴിലുറപ്പ് തൊഴിലിൽ 100 ദിവസം പിന്നിട്ട 24 വനിതകളെയാണ് അവർ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തത്. വെറുതെ അല്ല. ഈ പരിശീലനം കൊടുക്കുന്നത് ഈ തൊഴിലുറപ്പ് ദിവസം കിട്ടുന്ന വേതനം ഉൾപ്പെടെ ശമ്പളമായി നൽകി പരിശീലനം നൽകിയാണ്. എന്തായാലും ഇന്ന് അവരുടെ പരിശീലനം പൂർത്തിയായി. വളരെ വിജയകരമായി എല്ലാവരും പരിശീലനം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അവരുടെ അധ്യാപകരടക്കം പറയുന്നത്. ഇത് ഈ പഞ്ചായത്തിൻ്റെ ഒരു അവകാശവാദം. ഇത് സർക്കാർ മേഖലയിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം സ്ത്രീകൾക്ക് ഒന്നിച്ച് മൊബൈൽ ടെക്നീഷ്യൻ, അത് മൊബൈലിൻ്റെ നന്നാക്കുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നതെന്നാണ് പഞ്ചായത്ത് അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മളുടെ സ്വകാര്യ മേഖലയിലൊക്കെ ആലപ്പുഴ നഗരത്തിലടക്കം സ്ഥലങ്ങളിൽ ഈ വനിതകൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഈ മൊബൈൽ റിപ്പയറിങ്ങിനൊക്കെ വനിതകൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. മൊബൈൽ റിപ്പയർ ചെയ്യുന്ന വനിതകളും ഉണ്ടെന്നാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തുന്ന ആളുകൾ പറയുന്നത്. എന്തായാലും എനിക്കിത് വലിയ കൗതുകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10-20 വർഷത്തോളമായി മൊബൈൽ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ പലതവണയായി മൊബൈൽ റിപ്പയർ ചെയ്യാനൊക്കെ പല കടകളിൽ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ വനിതകൾ ഇത് റിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ടില്ല. എന്തായാലും കൂടുതൽ വനിതകൾ ഈ മേഖലയിലേക്ക് കടന്നു വരട്ടെ. അവിടെയും വനിതകളുടെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.